السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. സദഖല്ലാഹുൽ അലിയുൽ അദീം. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ പഠനത്തിന്റെ തുടർച്ചയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറ ഇസ്രായിലെ 23-ാമത് വചനം, അതിലെ വസ്തുതകളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓരോ വസ്തുതയും ഓരോ ഊന്നൽ വിഷയങ്ങളായി എടുത്തുകൊണ്ടുള്ള തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിധിച്ച കാര്യങ്ങൾ ഈ ഭാഗത്ത് ഇസ്രായേലിലെ 23 മുതലുള്ള ആയാത്തുകളിൽ പഠിപ്പിച്ച പാഠങ്ങളാണ് പഠനത്തിന്റെ ഊന്നൽ. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ഒന്നാമതായി അള്ളാഹു നിങ്ങളോട് വിധിച്ചത് അള്ളാഹുവിന് അല്ലാതെ വേറെ ആർക്കും നിങ്ങൾ വഴിപ്പെടാൻ പാടില്ല, അഥവാ നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം എന്നതാണ്. അതിനുശേഷം മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധത്തിൽ വളരെ ഊന്നലോടുകൂടി മാതാപിതാക്കളോടുള്ള സഹവർത്തിത്വം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ച രണ്ടാമത് വസ്തുതയാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസിന്റെ വിഷയം. കഴിഞ്ഞ ക്ലാസ്സുകളിലും അതിന്റെ ഭാഗമായി വളരെ ഊന്നലോടുകൂടി ഖുർആൻ പഠിപ്പിച്ച സുന്നത്തിൽ വന്ന വിഷയങ്ങൾ നമ്മൾ ചർച്ചക്കെടുത്തിരുന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനിൽ വർത്തിക്കണം, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസിൽ വന്ന, തിരുവചനങ്ങളിൽ വന്ന സവിശേഷമായ ചില പരാമർശങ്ങളായിരുന്നു. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി വർത്തിക്കാൻ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വ്യത്യസ്ത വെച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നശിച്ച ഒരാളെ കുറിച്ച്, അല്ലെങ്കിൽ ഒരാൾ നശിക്കുന്നതിനെ കുറിച്ച് 3 തവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. പിന്നീട് അവൻ നശിച്ചത് തന്നെ 3 തവണ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരെ ആരുടെ കാര്യമാണ് പറഞ്ഞു. ഒരാൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, ആളുടെ മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ അവസ്ഥ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരിക്കെ അതും അവരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേർ കൂടെ ഉണ്ടായിരിക്കെ സുമ്മലം എന്ന, എന്നിട്ടും അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല. അങ്ങനെയുള്ള ആള് നശിച്ചത് തന്നെ. മാതാപിതാക്കളിൽ ഒരാളോ 2 ആളോ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ കൂടെ ഉണ്ടാവുക എന്നതിനെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് ഈ തിരുവചനം പഠിപ്പിക്കുന്നത്. അഥവാ അങ്ങനെ മാതാപിതാക്കളെ കൂടെ കിട്ടുന്നത് യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ സ്വർഗം ഉറപ്പിക്കാൻ കിട്ടുന്ന എളുപ്പ വഴിയാണ്. മാതാപിതാക്കൾ കൂടെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായി ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ജോലിയും തിരക്കും കുടുംബപരമായ സംവിധാനവും അത്തരം ഒരവസ്ഥയിൽ മാതാപിതാക്കൾ ഒരു ഭാരമായി മാറും എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യര് ചിന്തിക്കുക, ഈ മാതാപിതാക്കൾ മുഖേന എനിക്ക് എന്റെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും. അവരെ കൂടെ നിർത്തി അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസവും സാന്ത്വനവും ഏകുന്ന വിധം
അവരെ പരിചയിച്ചും പരിഗണിച്ചും മുന്നോട്ട് പോകുന്നത് മുഖേന എനിക്ക് സ്വർഗം ഉറപ്പുവരുത്താൻ കഴിയുമെന്നും അതിൽ നിന്ന് പിറകോട്ട് പോയാൽ, അതിൽ നിന്ന് ഒഴിവ് കഴിവ് പറയാൻ ശ്രമിച്ചാൽ, അതിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതൊരു ഭാരമായി കണ്ടുകൊണ്ട് ഒന്നുകിൽ മറ്റു സഹോദരന്മാരിലേക്കോ മറ്റോ അവരെ ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവരെ വഴിയാധാരമാക്കി കളയുക, അല്ലെങ്കിൽ കുറച്ചുകൂടി പുതിയ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്യുന്ന രീതി അനുസരിച്ച് എവിടെയെങ്കിലും പണം കൊടുത്ത് നിർത്തി സംരക്ഷിക്കാൻ സന്ദർഭം ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഒഴിവാക്കൽ രീതി സ്വീകരിക്കുന്നത് മുഖേന ഈ മനുഷ്യൻ നശിക്കുകയാണ് ചെയ്യുക, ഞാൻ നശിച്ചു പോവുകയാണ് ചെയ്യുക എന്ന് മനസ്സിലാക്കാനുള്ള, അങ്ങനെ ചിന്തിക്കാനുള്ള ബോധം പകർന്നു കൊടുക്കുകയാണ് ഈ തിരുവചനം. അപ്പോൾ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഉണ്ടായിരിക്കെ അവരെ പരിഗണിച്ചും പരിചരിച്ചും സ്വർഗം നേടാൻ കഴിയാത്തവൻ നശിച്ചത് തന്നെ, അഥവാ വലിയ നാശമാണ് അവന് സംഭവിക്കുന്നത്. ഇത് പറയുമ്പോൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉത്ബോധിപ്പിച്ച ഒരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മേൽ നിർബന്ധമായ ഇബാദാത്തുകൾ ചെയ്യുന്നവരാണ്. വിശ്വാസ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി പൊതുവെ നമ്മുടെ ഇസ്ലാമികമായ ബാധ്യത നിർവഹണം പൂർത്തിയായി എന്ന ധാരണയിൽ, അത് തന്നെ മതി നമ്മുടെ സ്വർഗം ഉറപ്പുവരുത്താൻ എന്ന ധാരണയിൽ ജീവിക്കുന്നവരാണ് നല്ല ഒരു ശതമാനം സാധാരണ മുസ്ലിമീങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഇസ്ലാമിനെ കുറിച്ച സങ്കല്പം ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്ത വരുന്നത്. ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ ഇസ്ലാമിന്റെ അടിത്തറയാണ്. ഇസ്ലാം കാര്യങ്ങൾ 5 അതിന്റെ തൂണുകളുമാണ്. ഹദീസിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചുള്ളത്. ഇസ്ലാം കാര്യങ്ങൾ തൂണുകളാണ്, 5 തൂണുകൾ. അപ്പോൾ ഭദ്രമായ തറ ഈമാൻ കാര്യങ്ങൾ, അടിയുറച്ച വിശ്വാസം, നല്ല ഉറച്ച ഈമാൻ, വിശ്വാസ കാര്യങ്ങളെല്ലാം നല്ല ഉറച്ച വിശ്വാസം, അള്ളാഹുലെ വിശ്വാസം മുതൽ ഖലാ ഖദറിലെ വിശ്വാസം വരെ ആ 6 ഈമാൻ കാര്യങ്ങൾ ഉറപ്പിച്ചു നല്ല ഭദ്രമായ തറയായി വിശ്വാസത്തിന്റെ ഇസ്ലാമിന്റെ ആദർശ അടിത്തറ. അതിനുമേൽ 5 തൂണുകളും പണിതു, അഥവാ ഇസ്ലാം കാര്യങ്ങൾ 5 കൃത്യമായി പാലിക്കുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നല്ല ഒരു ശതമാനം മുസ്ലിം സമുദായത്തിന്റെയും ഇസ്ലാം മേൽപ്പുറയില്ലാത്ത ഒരു കെട്ടിടം പോലെയാണ്. ഭദ്രമായ ഫൗണ്ടേഷൻ ഉണ്ട് ഈമാൻ കാര്യങ്ങൾ, അതിനു മുകളിൽ 5 തൂണുകളുണ്ട് ഇസ്ലാം കാര്യങ്ങൾ. പിന്നെ മേൽപ്പുരയില്ല. മേൽപ്പുരയെ കുറിച്ച് എവിടെയും ചർച്ച വരുന്നില്ല. ചർച്ച വരുന്നത് ഈമാൻകാരും ഇസ്ലാംകാര്യവും മാത്രമാണ്. അതിന്റെ മുകളിൽ ഒരു മേൽപ്പുര എന്ന സംവിധാനത്തെ കുറിച്ച ചിന്ത വരാത്തത് കൊണ്ട് നമ്മൾ ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുകയും ഇസ്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനൊരു മേൽപ്പുര വേണം, അല്ലെങ്കിൽ ഒരു കെട്ടിടം പൂർണ്ണമാവില്ലല്ലോ. ആ മേൽപ്പുര ഇസ്ലാമിൽ നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചേരുന്നതാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മോട് കൽപ്പനകളായി പറഞ്ഞ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടോ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മേൽപ്പുര. അതിനെയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒറ്റ വാക്കിൽ അൽ ജിഹാദ് എന്ന് പഠിപ്പിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ ജിഹാദ് എന്ന പദം തെറ്റായി പ്രയോഗിക്കുന്നത് കൊണ്ടും അത് തെറ്റിദ്ധരിപ്പിക്കാൻ ഇസ്ലാമോ ഫോബിക് സംവിധാന കാലഘട്ടത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടന്നതുകൊണ്ടുമൊക്കെ ആ പദം കേൾക്കുമ്പോൾ ഒരുപാട് തെറ്റായ സങ്കല്പം വന്നു പോകുന്നെങ്കിൽ അത് നമ്മുടെ ഇസ്ലാമിന്റെ കുഴപ്പമല്ല, കാലഘട്ടത്തിന്റെ കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കൽപ്പനകൾ മുഴുവൻ പാലിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യൻ നടത്തുന്ന അശ്രാന്ത പരിശ്രമങ്ങളാണ് ജിഹാദ്. ഇസ്ലാം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ഒരു മനുഷ്യൻ നടത്തുന്ന നിരന്തര ശ്രമങ്ങളാണ് ജിഹാദ്. ആ അൽ ജിഹാദാണ്, ഈ ധർമ്മമാണ്, ധർമ്മരംഗത്തെ കർമ്മമാണ്, പ്രവർത്തനമാണ്, ധർമ്മത്തിന്റെ മാർഗത്തിലെ നിരന്തരമായ നിതാന്തമായ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ജിഹാദ്. അതാണ് ഇതിന്റെ മേൽപ്പുര. ആ പ്രവർത്തനത്തെ, ജിഹാദിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പാഠഭാഗങ്ങളുണ്ട്. നമുക്ക് ഒരു വിഷയം മാത്രം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. നമ്മുടെ കുടുംബത്തിൽ നാം ആദരിക്കേണ്ടവരെ ആദരിച്ചും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും പരിഗണിക്കേണ്ടവരെ പരിഗണിച്ചും പരിചരിക്കേണ്ടവരെ പരിചരിച്ചും മുന്നോട്ട് പോകുന്നത് കുടുംബത്തിൽ നാം നടത്തുന്ന ജിഹാദാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട നമ്മുടെ ധർമ്മസമരമാണ്. അല്ലെങ്കിൽ ആ കുടുംബത്തെ യഥാവിധി ഇസ്ലാമിന്റെ ബാധ്യതക്കനുസരിച്ച് ഇസ്ലാം ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന് അനുസരിച്ച് കൊണ്ടു നടക്കുക, അതിൽ ഓരോരുത്തരും കൊടുക്കേണ്ടുന്ന ഹക്കുകൾ, അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക, അവരിൽ ഓരോരുത്തരും നിർവഹിക്കേണ്ടുന്ന യഥാവിധി നാം നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്ന ആ ഉത്തരവാദിത്വ നിർവഹണം ഈ പറഞ്ഞ ഇസ്ലാമിന്റെ മേൽപ്പുരയാകുന്ന ജിഹാദിലെ ഒന്നാണ്, ഒരു ഇനമാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോ
മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ കൂടെ കിട്ടുന്നു എന്നതിന് യഥാർത്ഥത്തിൽ തന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ മാർഗത്തിൽ അവരെ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഇനി മുന്നോട്ട് പോകേണ്ടത്. അവർ വാർദ്ധക്യ സഹജമായ അവസ്ഥയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അവരെ പരിഗണിച്ചും പരിചരിച്ചും അവരെ ആശ്വസിപ്പിച്ചും ആശ്വാസം നൽകിയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്റെ ബാധ്യത എന്ന് മനസ്സിലാക്കാൻ കഴിയണം ഒരു വിശ്വാസിക്ക് എന്ന് മനസ്സിലാക്കാൻ പഠിക്കുന്നു. അത് കഴിയാതെ, മനസ്സിലാക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് അത് തനിക്കൊരു സ്വൈരക്കേടും ഏനക്കേടും ഒക്കെയായി കാണുന്നവർ ഈമാൻ കാര്യങ്ങൾ 6 മുറുകെ വിശ്വസിച്ചത് കൊണ്ടോ ഇസ്ലാം കാര്യങ്ങൾ 5 കൃത്യമായി ചെയ്തുകൊണ്ടോ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സ്വർഗപ്രവേശനം കേവലം ഈമാൻ കാര്യങ്ങൾ വിശ്വസിച്ചോ എന്നതിനാലോ ഇസ്ലാം കാര്യങ്ങൾ 5 നിർവഹിക്കുന്നത് കൊണ്ടോ സാധ്യമാകുന്ന ഉറപ്പാകുന്ന ഒന്നല്ല. അത് ഉറപ്പാകുന്നത് അടിത്തറയാകുന്ന ഈമാൻ കാര്യങ്ങളും തൂണുകളാകുന്ന ഇസ്ലാം കാര്യങ്ങളും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ മേൽപ്പുരയാകുന്ന ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന ഉത്തരവാദിത്ത നിർവഹണ മേഖലയിലും ഈ വിശ്വാസി ഇസ്ലാം കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണെന്നും അതിൽ വരുന്ന വീഴ്ച മാത്രം മതിയാകും അവന്റെ വിശ്വാസം ശരിയാണെങ്കിലും അവന്റെ ഇസ്ലാം കാര്യങ്ങളിലെ ഇബാദാത്തുകളുടെ നിർവഹണം ശരിയാണെങ്കിലും അവന് നരകം നേടിക്കൊടുക്കാൻ എന്ന മർമ്മപ്രധാനമായ വസ്തുതയെ കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ ഹദീസുകൾ എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ടാണ് റഹിമ അംഫു നശിച്ചു എന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞത്. അപ്പോൾ ഒരാൾ നശിച്ചത് തന്നെ എന്ന് 3 തവണ റസൂലുള്ളാഹി പറയുമ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിന്റെ ഗൗരവത്തെ ഊന്നി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ വന്ന് തിരുനബിയുടെ അടുക്കൽ എന്നിട്ട് വസ്തഗ്ദനഹു ജിഹാദ്, തിരുനബിയുടെ കൂടെ ജിഹാദിന് പോകാൻ അനുവാദം ചോദിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പറഞ്ഞ ഇസ്ലാമിന്റെ മേൽപ്പുരയാകുന്ന ജിഹാദ് ഉണ്ടല്ലോ, ആ ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് യുദ്ധത്തിന് പോകലാണ്. ഇസ്ലാമിക സംവിധാനം, ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക സൈന്യം, മറുപക്ഷത്ത് അതിനെ എതിർക്കാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്ന മറുപക്ഷത്തോട് നേർക്കുനേരെ പ്രഖ്യാപിതമായ യുദ്ധത്തിന് പോകലാണല്ലോ ഈ പറയുന്ന ജിഹാദിൽ ഏറ്റവും അങ്ങേറ്റം നിൽക്കുന്ന, അതിന്റെ ഉച്ചയിൽ നിൽക്കുന്ന ഇനം. അതിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശം. ഇസ്ലാമിക സൈന്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുന്ന സൈനിക നായകനായിട്ടുള്ള സൈനിക യുദ്ധത്തിന് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചുവെന്ന് ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ആ ഹയ്യ വാലിദ, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? കാല, അദ്ദേഹം പറഞ്ഞു നഅം, അതെ. കാല ഫഫീഹിമാ ഫജാഹിദ്, എങ്കിൽ നീ അവരിൽ 2 പേരും ജിഹാദ് ചെയ്യുക എന്നാണ്. ഇവിടെ പ്രയോഗം ജിഹാദ് എന്നാണ് കേട്ടോ. ഇവിടെ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഇസ്ലാമിന്റെ തറ ഈമാൻ, അടിത്തറ ഈമാൻ, അതിന്റെ തൂണുകൾ ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ അതിന്റെ അടിത്തറ ഫൗണ്ടേഷൻ, ഇസ്ലാം കാര്യങ്ങൾ തൂണുകൾ, അതിന് മുകളിൽ മേൽപ്പുര എന്ന് പറഞ്ഞ ജിഹാദാണ്. ആ ജിഹാദ് ഓരോ രംഗത്തുമുള്ള നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണമാണ്. കുടുംബത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതിൽ പെടുന്നതാണ് മാതാപിതാക്കളുടെ പരിഗണന. അത് ആ വിഷയത്തിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ മനുഷ്യരുടെ ബാധ്യതയിൽ തിരുനബിയോടുള്ള ഇത്തിബാഅ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത് 1ാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഖുർആൻ അള്ളാഹുവിന്റെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ വശമാണ് നമ്മുടെ പഠന വിഷയം. അല്ലെങ്കിൽ അതാണ് നമ്മൾ സൂറ ഇസ്രായേലിലെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഊന്നിക്കൊണ്ടിരിക്കുന്ന മേഖല. അപ്പൊ അത്രയും പ്രാധാന്യവും പരിഗണിച്ചിരിക്കുന്ന ഈ മാതാപിതാക്കളെ പരിഗണിക്കൽ അവരിലുള്ള ജിഹാദാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, യുദ്ധത്തിൽ സൈനിക സന്നാഹത്തിന്റെ കൂടെ യുദ്ധത്തിന് തയ്യാറായി വന്ന സഹാബിയോട് ചോദ്യം, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ഉണ്ടെന്ന് മറുപടി. എങ്കിൽ ഫഫീഹിമാ ഫജാഹിദ്, അവരിൽ 2 പേരിലും നീ നിന്റെ ധർമ്മസമരം നിർവഹിക്കുക, നിന്റെ ജിഹാദ് അവിടെ നിർവഹിക്കണോ എന്നാണ്. അല്ലെങ്കിൽ നിന്റെ ജിഹാദ് ഇപ്പോൾ അവിടെയാണ് ആവശ്യം എന്നാണ്. ഇത് ഞങ്ങൾ എല്ലാവരും കൂടി പോയി നിർവഹിച്ചു കൊള്ളാം. അവർക്ക് നിന്റെ ശുശ്രൂഷ ആവശ്യമാണ്, നിന്റെ സഹായവും സേവനവും ഇപ്പോൾ അവർ അറിയിക്കുന്നു. അവർ ഈ അവസ്ഥയിൽ നിൽക്കെ നീ അവരെ വിട്ടിട്ട് ഞങ്ങളുടെ കൂടെ വരികയല്ല വേണ്ടത്, ഇപ്പോൾ നീ അവരെ പരിഗണിക്കുകയാണ് വേണ്ടത് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിക്ക് നിർദ്ദേശം കൊടുക്കുകയും അദ്ദേഹത്തെ സൈന്യത്തിൽ എടുക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞയക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, സ്വർഗവും നരകവും തീരുമാനിക്കുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക്, അല്ലെങ്കിൽ അവരോട് നമ്മുടെ ബാധ്യത നിർവഹണവുമായി ബന്ധപ്പെട്ട വിഷയം എത്രമേൽ പരിഗണനയോടുകൂടിയാണ് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് റസൂലുള്ളാഹി ഈ വസ്തുതയെ ഊന്നിക്കൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് ഇങ്ങനെയാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റബ്ബി ഫീ റിദൽ വാലിദൈൻ, റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖ്തുഹു ഫീ സഖ്തിഹിമ, അള്ളാഹുവിന്റെ കോപം, ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ് എന്നാണ്. വളരെ ഹ്രസ്വമായ ഒരു വാക്യമാണ്, പക്ഷെ ഒരു ആപ്തവാക്യം പോലെ നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന ഒന്നാണ്. അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജിന് പോകുന്നു, പറ്റുമെങ്കിൽ വർഷാവർഷം ഉംറക്കും പോകുന്നു. ദിക്റും സ്വലാത്തും തസ്ബീഹും മറ്റു സുന്നത്ത് നമസ്കാരങ്ങളും ഇബാദാത്തുകളും ദിക്റുകളും ഔറാദുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് മുഖേന അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും. പക്ഷെ ആ തൃപ്തിയെല്ലാം ഒലിച്ചു പോയേക്കും. എപ്പോൾ? ആ വ്യക്തി, ഈ ചെയ്യുന്ന വ്യക്തി തന്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ബാധ്യത നിർവഹണത്തിൽ എവിടെ നിൽക്കുന്നു എന്ന വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ, ആ വിഷയത്തിൽ മാതാപിതാക്കൾക്ക് നൽകേണ്ടുന്ന അർഹമായ പരിഗണനയും ഈ ആളുടെ ഭാഗത്തുനിന്ന് വകവെച്ച് കൊടുക്കേണ്ടുന്ന ശുശ്രൂഷയും പരിഗണന യഥാവിധി വകവെച്ച് കൊടുത്തില്ല എങ്കിൽ അവിടെ അള്ളാഹു അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. എങ്കിൽ അള്ളാഹുവിന്റെ ആ ദേഷ്യം, അതിന് കാരണമായത് മാതാപിതാക്കളുടെ ദേഷ്യമാണ്. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ലഭ്യമാകാതെ വരുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിൽ ഉണ്ടാകുന്ന, ഈ മകനോടുണ്ടാകുന്ന അല്ലെങ്കിൽ മക്കളോടുണ്ടാകുന്ന അസ്വസ്ഥതയും അസ്ഖ്യതയും ഒക്കെ ഒരു പരിധിവരെ അവരത് ഒതുക്കി വെക്കും. മാതാപിതാക്കൾ അങ്ങനെയാണല്ലോ, അവരുടെ പ്രകൃതി ഒരു പരിധിവരെ അങ്ങനെയാണ്. ഒരു വേള പിതാവ് ചിലപ്പോൾ അത്രത്തോളം സോഫ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, എന്നാൽ മാതാവ് വല്ലാതെ സോഫ്റ്റ് ആയി കളയും മക്കളോട്. മക്കൾ അന്യായം കാണിച്ചാൽ പോലും മാതൃഹൃദയം അങ്ങനെ പടച്ചുകൊണ്ടിരിക്കും. മക്കളെ മനസ്സറിഞ്ഞ് ശപിക്കാൻ തയ്യാറാവില്ല മാതാക്കൾ. പിതാക്കൾ ഒരു വേള ചിലപ്പോൾ ഇത്തിരി പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയേക്കാം, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ആ പ്രകൃതത്തിന് ഈ രണ്ടവസ്ഥയും ഉണ്ടാവാം. അതാണല്ലോ പുരുഷ പ്രകൃതത്തിന്റെ ഒരു രീതിശാസ്ത്രം. എന്നാൽ മാതൃഹൃദയം അങ്ങനെയല്ല, അത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് മക്കളെ ശപിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ പുതിയ വാർത്താ മാധ്യമ സംവിധാന കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതുതലമുറയിലെ മാതാക്കളുടെ ക്രൗര്യത്തെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചും ഒക്കെ വായിക്കുന്നത്, അത് ചില റയർ കേസും ചില വല്ലാത്ത അവസ്ഥയിൽ സംഭവിച്ച, അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ ചികിത്സ അറിയിക്കുന്ന കേസുകളൊക്കെയാണ്. സാധാരണഗതിയിലെ അവസ്ഥയിൽ സംഭവിക്കുക, മാതൃഹൃദയം അറിഞ്ഞുകൊണ്ട് മക്കളെ ശപിക്കില്ല. പിതാവ് ചിലപ്പോൾ ഇത്തിരി പരുക്കനായിട്ട് പെരുമാറിയേക്കാം, അപൂർവമായിട്ടെങ്കിലും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു മനഃശാസ്ത്രം എന്ന് അറിവുള്ള പണ്ഡിതന്മാർ പറയുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മാതാപിതാക്കൾ ഈ മകനോട് കോപിക്കുന്നു എന്ന് വരുന്നു എങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാകും. അങ്ങനെ മാതാപിതാക്കൾ കോപിച്ചാൽ അള്ളാഹു കോപിക്കും. അപ്പൊ മാതാപിതാക്കളുടെ കോപം ഏറ്റുവാങ്ങിയ ഒരു മകൻ അല്ലെങ്കിൽ മക്കൾ, അവർ അള്ളാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് അള്ളാഹിനെ തൃപ്തി ആർജിക്കാൻ നിരന്തര പരിശ്രമങ്ങൾ നടത്തിയാലും ആ തൃപ്തി അവർക്ക് ലഭ്യമാവില്ല. കാരണം എന്താണ്? അവന്റെ മാതാപിതാക്കൾ അവനോട് കോപിച്ചിരിക്കുകയാണ്. മാതാപിതാക്കൾ കോപിക്കാൻ ന്യായം സംഭവിച്ചത് കൊണ്ടാണ്. അല്ലാതെ അന്യായമായി കോപിച്ചാൽ ആ കോപം മക്കൾക്ക് തട്ടുകയില്ല, അത് വേറെ വിഷയമാണ്. അതിനെക്കുറിച്ച് വേറെ ചർച്ച വരുന്നുണ്ട്. അപ്പോൾ ന്യായമായ കാരണമുണ്ടാവുകയും മാതാപിതാക്കൾ അവഗണിക്കപ്പെടുകയും പരിഗണിക്കപ്പെടാതിരിക്കുക, അർഹമായ അവകാശം കിട്ടാതെ വരികയും മക്കൾ എന്നവർ ആഗ്രഹിക്കുന്ന വിധമുള്ള അവരർഹിക്കുന്ന അവർക്ക് വകവെച്ചു കൊടുക്കുന്ന ഇസ്ലാം പഠിപ്പിച്ച അവരോടുള്ള ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായി നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ വരുമ്പോൾ മാതാപിതാക്കൾ കോപിഷ്ഠരാകുന്നു എങ്കിൽ മാതാപിതാക്കളുടെ കോപം അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകും. അതുകൊണ്ട് മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടിസ്ഥാനം. മാതാപിതാക്കളുടെ ദേഷ്യമാണ്, കോപമാണ്, ഈർഷ്യയാണ് അള്ളാഹുവിന്റെ ഈർഷ്യയുടെ അടിസ്ഥാനം. തിരുനബി പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ തൃപ്തിയെ മാതാപിതാക്കളുടെ തൃപ്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തി ലഭ്യമാകും വിധമുള്ള ഒരു ജീവിതം അവരെ പരിഗണിച്ചും പരിചരിച്ചും നമുക്ക് സാധ്യമാകുന്നു എങ്കിൽ അത് മുഖേന അള്ളാഹു ഇഹത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരുമെന്നും പരത്തിൽ പ്രത്യേകമായി നമ്മെ അനുഗ്രഹിക്കുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സംഭവം പഠിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യം റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇഹലോകത്തിൽ ലഭ്യമാകുന്ന നേട്ടത്തെക്കുറിച്ച്. സംഭവം നമുക്കൊക്കെ അറിയാവുന്ന സംഭവമാണ്. 3 ആളുകൾ ഗുഹയിൽ അകപ്പെട്ട സംഭവം കേൾക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ എന്തായിരുന്നാലും ഉണ്ടാവില്ല. അവർ ഗുഹയിൽ അകപ്പെട്ടു. വലിയ കാറ്റും മഴയും വന്നു. നമ്മുടെ പുതിയ കാലത്ത് പറഞ്ഞ ഉരുൾപൊട്ടൽ സംഭവിച്ചു വിചാരിക്കാം. മലഞ്ചെരുവിൽ ആട് മേയിച്ചു കൊണ്ടിരിക്കെ
ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുന്ന, കന്നുകാലിനെ മേയിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ചെരുവോരത്ത് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ശക്തമായ കാറ്റും മഴയും ഹുങ്കാരം വീശി വന്നപ്പോൾ ആ മലയുടെ അടിവാരത്തുള്ള ഗുഹയിൽ അഭയം തേടി. അങ്ങനെ 3 പേർ അഭയം തേടി. ഈ അഭയം തേടിയ 3 പേരിൽ ആ ഗുഹയിലിരിക്കെ ഒരു വലിയ പാറക്കല്ല് മലമുകളിൽ നിന്ന് ഒഴുകി വന്ന് ഗുഹാമുഖം കൃത്യമായിട്ട് അടച്ചു കളഞ്ഞു. ഇതാണ് സംഭവം, വിശദീകരിക്കേണ്ടതില്ല. തള്ളി നീക്കാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ട് 3 പേർ ചേർന്ന് നടത്തിയ കൂട്ടായ ശ്രമത്തിൽ അറ്റകൈ പ്രയോഗം, ഇനി നിവൃത്തിയില്ല, കാരണം ഇത് രക്ഷപ്പെടണല്ലോ. അവർ സർവശക്തിയും എടുത്തുകൊണ്ട് നടത്തിയ തള്ളലിലും ആ പാറ ഇത്തിരി പോലും നീങ്ങിയില്ല. അഥവാ അവരുടെ കഴിവില്ലായ്മ ഈ വിഷയത്തിൽ അവിടെ പരാജയം സമ്മതിച്ചു. 3 പേരും തളർന്നിരുന്ന ഒരു ഭാഗം. അപ്പോൾ അവർക്ക് തോന്നിയ ഒരു ഐഡിയയാണ്, നമ്മൾ ചെയ്ത സൽപ്രവർത്തികൾ മുന്നിൽ നിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും അവനവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാം. അതൊരു അടിസ്ഥാനമാണ്. നാം എത്തിപ്പെടുന്ന ഒരു ഗതികെട്ട അവസ്ഥയിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അമലു സ്വാലിഹാത്ത്, നമ്മൾ നിർവഹിച്ച അമലു സ്വാലിഹാത്ത് അത് മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ആ സൽക്കർമ്മങ്ങൾ പഠിച്ചവനെ നിന്നെ ഭയന്നുകൊണ്ട് നിന്റെ കൽപ്പന പാലിച്ച് ഞാൻ ചെയ്തതാണ്, ഞാൻ നിന്റെ ദാസനാണ്, ഈ നിസ്സഹായ അവസ്ഥയിലെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ, ഇതിന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. ആ സംഭവത്തിൽ ഈ 3 പേരിൽ ഒരാൾ പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിന്റെ മാതാവിനോട് അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിന്റെ പുണ്യം, മാതാവിന്റെ ബാധ്യത നിർവ്വഹണം, അതിനെ മുൻനിർത്തിക്കൊണ്ടാണ്. എനിക്ക് കുടുംബമുണ്ട്, ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഞാൻ ഈ കന്നുകാലികളെ മേയിച്ച് വൈകുന്നേരത്ത് ഇവയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങും. വീട്ടിലെത്തിയാൽ വീട്ടുമുറ്റം നിർത്തിയിട്ട് അവരുടെ പാല് കറന്നെടുത്ത് അവയെ ആരയിൽ കെട്ടിയ ശേഷം ഞാൻ അകത്തേക്ക് പ്രവേശിക്കും. എന്നിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ എന്റെ മാതാവിനാണ് ആദ്യം പാല് കൊടുക്കുക, അവർക്കാണ് ഞാൻ കുടിക്കാൻ കൊടുക്കുക. അവർ കുടിച്ച് അവരുടെ മതിയായ അളവിൽ അവർക്ക് വയറ് നിറഞ്ഞ അവർ സംതൃപ്തിയായതിനു ശേഷം മാത്രമാണ് ഞാൻ ബാക്കിയുള്ള പാല് എന്റെ ഭാര്യയ്ക്കും മക്കൾ കൊടുക്കാറുള്ളൂ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ചെന്നപ്പോൾ വൈകിയിരുന്നു. മക്കളും മാതാവ് ഉറങ്ങിപ്പോയിരിക്കുന്നു. മക്കൾ പിതാവിന്റെ വരവും കാത്തിരിക്കുകയാണ്. അദ്ദേഹം പാല് കറന്നെടുത്തു. കറന്ന പാലുമായി മാതാവിന്റെ അടുക്കുന്ന മാതാവ് നല്ല ഉറക്കത്തിലാണ്. വിളിക്കാൻ തോന്നിയില്ല, മാതാവിന്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ തോന്നിയില്ല. അദ്ദേഹം കാത്തിരുന്നു. മക്കൾ മാതാവിനെ കുടിപ്പിച്ച ശേഷം ഇദ്ദേഹം പാല് കൊടുക്കുന്നത് കാത്തിരിക്കുകയാണ്. അവിടെ തളർന്നുറങ്ങിപ്പോയി. ഇദ്ദേഹം മാതാവിന്റെ അരികിൽ കാത്തിരുന്നു. മാതാവ് ഉണർന്ന ശേഷം മാതാവിനെ കുടിപ്പിച്ചു. എന്നിട്ട് മക്കളെയും വിളിച്ചു കുടിപ്പിച്ചു. ബാക്കി ഭാര്യയും കൊടുത്ത് അദ്ദേഹം കുടിച്ചു. ഇങ്ങനെയാണ് ജീവിതം. അങ്ങനെ ഒരു നന്മ അദ്ദേഹം ചെയ്തു. ആ നന്മയെ മുൻനിർത്തി പ്രാർത്ഥിച്ചു. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പാറ ഇത്തിരി നീങ്ങി എന്നാണ്. അങ്ങനെ 3 പേരും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പുറത്തു കടക്കാൻ പറ്റുന്ന ഒരു വിടവ് ഉണ്ടാകും വിധം പാറ നീങ്ങി കിട്ടി എന്നാണ് ഹദീസിന്റെ ആകെത്തുക. ഈ ഹദീസിനെ വിലയിരുത്തിക്കൊണ്ട് മുഹദ്ദിസുകൾ എഴുതുന്നു, ഫക്കാന ബിർറുഹു ഉമ്മിഹി വ അബീഹി. ഇതിന്റെ പിതാവും കൂടി ഉണ്ട് കേട്ടോ, മാതാവ് മാത്രമല്ല, മാതാവും പിതാവും. ഇവിടെ മാതാവിന് പാല് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളെ അദ്ദേഹം പരിഗണിക്കുന്ന രീതിയാണ് ചർച്ചാ വിഷയം. അപ്പൊ അദ്ദേഹം തന്റെ മാതാപിതാക്കളോട് കാണിച്ച ഈ പുണ്യം, മാതാപിതാക്കളോട് ഈ മകൻ കാണിച്ച പുണ്യം, അത് സബബുൽ ഇൻഫിറാജ് സ്വഹ്റത്തി മിൻ അമാമിഹിം, അവരുടെ മുമ്പിൽ വന്ന് മൂടിയ ആ പാറ ഒരു ഭാഗത്തേക്ക് നീങ്ങാൻ അത് കാരണമായി എന്നാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്തിപ്പെടുന്ന ഗതികേടിൽ നമുക്ക് രക്ഷാകവചമായിട്ട് മാറും, സഹായമായി തീരും. നാം ജീവിച്ചിരിക്കെ മാതാപിതാക്കളോട് കാണിക്കുന്ന നന്മ എന്നതാണ് ഈ ഹദീസ് മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹത്തെയും മുഴുവൻ മാലോകരെയും പഠിപ്പിക്കുന്നത്. ഇതൊരു അടിസ്ഥാനപരമായ പാഠമാണ്. മാതാപിതാക്കളോട് പുണ്യം ചെയ്യൽ നമുക്ക് കേവലം അള്ളാഹു കൽപ്പിച്ച ബാധ്യത മാത്രമല്ല, ആ ബാധ്യത നിർവഹിക്കുന്നത് മുഖേന ഇഹത്തിൽ നാം അകപ്പെടുന്ന പ്രതിസന്ധികളിൽ നമുക്ക് വലിയ അളവിൽ സഹായകരമാകും. മാതാപിതാക്കളുടെ പ്രാർത്ഥനയെ കുറിച്ച് വേറെ പറഞ്ഞു വരുന്നുണ്ട്, അത് നമുക്ക് നേട്ടമായിട്ട് മാറും എന്നത് ഇതുപോലെ ഒരു സന്ദർഭത്തിൽ മുൻനിർത്തി പഠിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നത് മുഖേന ഇഹത്തിലും പരത്തിലുമുള്ള അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഔദാര്യം, സഹായം, അള്ളാഹു അത് മുഖേന നമ്മെ കൈപിടിച്ച് രക്ഷപ്പെടുന്ന സന്ദർഭങ്ങളെല്ലാം വളരെ കൃത്യമായി തിരുവചനത്തിലൂടെ ഊന്നിപ്പറയുന്നത് ഈ വിഷയത്തിന്റെ മർമ്മവും അതിന്റെ പ്രാധാന്യവും നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത്രയും സംസാരിച്ചത് ഹദീസിൽ മാതാപിതാക്കളെ ചേർത്ത് പറഞ്ഞുകൊണ്ടുവന്ന ചില ഹദീസുകളും സംഭവങ്ങളും മുൻനിർത്തിയാണ്. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഹദീസുകളിൽ മാതാവിന് മാത്രം പ്രത്യേക ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭം കൂടി നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസ് തന്നെയാണ്.
ഒരാൾ തിരുനബിയുടെ അടുക്കൽ വരുന്നു. എന്നിട്ട് തിരുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബത്തി, ഞാൻ ഏറ്റവും നന്നായി വർത്തിക്കാൻ, ജനങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും നന്നായി വർത്തിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആൾ ആരാണ്? അല്ലെങ്കിൽ ജനങ്ങളിൽ വെച്ച്, അല്ലെങ്കിൽ മാലോകരിൽ വെച്ച്, അല്ലെങ്കിൽ മനുഷ്യരിൽ വെച്ച് ഞാൻ ഏറ്റവും നന്നായിട്ട് ആരോടാണ് വർത്തിക്കേണ്ടത്? കാല റസൂലുള്ള. അപ്പൊ റസൂലുള്ള ഉടനെ മറുപടി പറഞ്ഞു, ഉമ്മുക്ക്, നിന്റെ ഉമ്മയോട്. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോട്? അപ്പോഴും റസൂലുള്ളാഹി ഉമ്മുക്ക്, നിന്റെ ഉമ്മയോട്. പിന്നെയും ചോദ്യം ആവർത്തിച്ചു, അപ്പോഴും പറഞ്ഞെന്റെ ഉമ്മയോട്. 3 തവണ റസൂലുള്ളാഹി ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് ഉമ്മുക്ക് എന്നാണ്, നിന്റെ ഉമ്മയോട്. 4ാമത് വിദ്യയും ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കാല അബൂക്ക്, നിന്റെ ബാപ്പയോട്. അപ്പൊ 3 തവണയും ഉമ്മയോട് ഉമ്മയോട് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. 4ാം തവണ ബാപ്പയോട്. എന്താണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഊന്നാനുള്ള കാരണം? ഊന്നാനുള്ള കാരണത്തെ കുറിച്ച് മുഹദ്ദിസീങ്ങൾ പറയുന്നത്, ഉമ്മ എന്ന ഈ അസ്തിത്വമുണ്ടല്ലോ, ഈ സ്വത്വം, അതിന് കൊടുക്കുന്ന ഊന്നലാണ്. അത് സ്ത്രീക്കുള്ള അംഗീകാരവും മാതൃത്വമുള്ള അംഗീകാരവും കൂടിയാണ്. അത് വളരെ കൃത്യമായിട്ട് ഊന്നുകയാണ് ഈ 3 തവണ ഉമ്മക്ക് പരിഗണന കൊടുത്തതിന്റെ ഉദ്ദേശം. ഒന്ന്. രണ്ടാമതായി, മാതാപിതാക്കൾ എന്ന് പറയുന്ന ഈ സംവിധാനത്തിനകത്ത് ഉമ്മയുടെ ത്യാഗത്തിന്റെ, ഉമ്മയുടെ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയുടെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഭാഗം പറഞ്ഞിരുന്നു. ഖുർആനിൽ വസ്സൈന എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ വിഷയത്തിൽ നടത്തിയ ഉപദേശത്തെ പറയുന്നിടത്ത് മാതാവ് സഹിക്കുന്ന ത്യാഗത്തെ കുറിച്ച് പറഞ്ഞ ഭാഗം ഓർമ്മയുണ്ടാകും. കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിരുന്നു. അപ്പൊ ഉമ്മ സഹിക്കുന്ന ഈ പ്രയാസത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മുൻഗണന, പരിഗണന, അതുകൂടിയാണ് ഇതിന്റെ ഉദ്ദേശമെന്നാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ ഉമ്മയെ, മാതാവിനെ മാത്രം ഊന്നിക്കൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ട് പറഞ്ഞ സന്ദർഭമുണ്ട്. അതിന്റെ കാരണം ഈ 2 അവസ്ഥയാണ്. ഒന്ന്, മാതാപിതാക്കളിൽ സ്ത്രീ എന്ന് പറയുന്ന ഈ അസ്തിത്വത്തിന് കൊടുക്കുന്ന പരിഗണനയും മാതാവിന് കൊടുക്കുന്ന അംഗീകാരവും എടുത്തു കാണിക്കുന്നു. സാധാരണഗതിയിൽ മാതാവാണല്ലോ അപ്രസക്തമാക്കപ്പെടുക. പ്രവാചകൻ തിരുനബി വരുന്ന കാലഘട്ടത്തിലെ സാമൂഹ്യ ക്രമങ്ങളെല്ലാം പരിശോധിച്ചാൽ, അത് റോമിലായിരുന്നാലും പേർഷ്യയിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും അറബ് രാജ്യത്തായിരുന്നാലും ഒക്കെ സ്ത്രീ അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയുമാണ് ചെയ്യുക. അങ്ങനെയുള്ള സാമൂഹ്യ ക്രമത്തിനകത്താണ് തിരുനബി എഴുന്നേറ്റ് നിൽക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തിരുനബി ആ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ മുൻഗണനയെ എടുത്തു കാണിക്കുക എന്നത് ഈ ഹദീസിന്റെ ഉദ്ദേശ്യമാണ്. ഒന്ന്. രണ്ടാമതായി, മാതാവും പിതാവും തുല്യരായി നമ്മുടെ മുമ്പിൽ, നമ്മുടെ സ്വർഗത്തിനും നരകത്തിനും കാരണമാകും വിധം നിൽക്കുന്ന അവസ്ഥയിൽ ഇസ്ലാം അതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മുടെ പരിഗണന അവരോട് എങ്ങനെയെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തിയും കോപവും, അള്ളാഹുവിന്റെ സ്വർഗവും നരകവും. ഇത് പഠിപ്പിച്ചതിന് ശേഷം ആ വിഷയത്തിൽ മാതാവ് സഹിക്കുന്ന ത്യാഗത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കുകയാണ് ഈ തിരുവചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിതാവിനെ അവഗണിച്ചിട്ടില്ല. മാതാവ് ഇത്രയും ത്യാഗം സഹിക്കുമ്പോഴും ആ മാതാവിനെ അവിധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പിതാവിന്റെ പ്രേരണയെ, പിതാവിന്റെ ശ്രമത്തെ അവഗണിക്കുകയും ചെയ്യുന്നില്ല. അതിനർത്ഥം ഇവിടെ മാതാവിനെ പിതാവിനെ വേർതിരിച്ച് എന്തോ ഒരു തട്ടിതിരിക്കലല്ല, മറിച്ച് ലിക്കുല്ലി ഷൈഇൻ മസിയതഹ എന്ന് പറയുന്നത് ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യവും സവിശേഷതയും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന് കൂടി മനസ്സിലാക്കണം. മറ്റൊരു ഹദീസിൽ മാതാവുമായി ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞ സന്ദർഭം കൂടി ഇനി പറയാം. ഒരാൾ തിരുനബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് തിരുനബിയോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ കൂടെ യുദ്ധത്തിന് വരാൻ എനിക്ക് ഉദ്ദേശമുണ്ട്. അത് മുഖേന അബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അള്ളാന്റെ മുഖം തൃപ്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വദ്ദാറൽ ആഖിറ, പരലോകത്ത് സ്വർഗവും, അള്ളാഹുവിന്റെ തൃപ്തിയും പരലോകത്ത് സ്വർഗവും ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ കൂടെ യുദ്ധത്തിന് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, വൈഹക് ഹയ്യത്തുൻ ഉമ്മുക്. ഈ വൈഹക് എന്ന പ്രയോഗം നാശം എന്ന രീതിയിൽ അർത്ഥമുള്ള ഒരു പ്രയോഗമാണ് അറബി. അപ്പൊ റസൂലുള്ളാഹിയോട് വന്നിട്ട് അങ്ങയുടെ കൂടെ ജിഹാദിന് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ട്, കാരണം അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നു, അള്ളാഹുവിന്റെ തൃപ്തിയും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എന്നെ അനുവദിക്കണം എന്നാണല്ലോ അതിനർത്ഥം. അപ്പൊ റസൂലുള്ളാഹി അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് വൈഹക് ഹയ്യത്തുൻ ഉമ്മുക്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉമ്മ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം, അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാര്യം അവർക്ക് പ്രായമായ അവസ്ഥയിലാണെന്നും അവർക്കൊരു ശുശ്രൂഷ ആവശ്യമാണെന്ന് റസൂലിന് അറിയാം എന്ന് കൂടിയാണ്. അതുകൊണ്ട് ഉമ്മയുടെ കാര്യം പറയാറ്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. കാല ഇർജിഉ ഫബിർറഹ, നീ മടങ്ങിപ്പോവുക, അവർക്ക് വേണ്ട പുണ്യം ചെയ്യുക, അഥവാ അവരെ ശുശ്രൂഷിക്കുക, പരിചരിക്കുക എന്നാണ്. അപ്പൊ ഇദ്ദേഹം തൽക്കാലം അവിടെ നിന്ന് പിൻവാങ്ങി.
എന്നിട്ട് ഇദ്ദേഹം ചെയ്തു സുമ്മ അത്തയത്വവും മേൽ ജാനിബിൽ ആഹർ, അദ്ദേഹത്തിന് പറയാൻ മറ്റൊരു ഭാഗത്ത് കൂടി തിരിയുടെ അടുക്കലേക്ക് വന്നു. അപ്പൊ നേർക്കുനേരെ വന്ന് ചോദിച്ചു, അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് കൂടി വന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അവിടെ പിൻവാങ്ങിയിട്ട് മറുഭാഗത്തുള്ള വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു. അപ്പൊ റസൂലുള്ളാഹി അപ്പോഴും പറഞ്ഞു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലേ, അതുകൊണ്ട് നീ മടങ്ങി പോവുക, അവർക്ക് പുണ്യം ചെയ്യുക എന്ന്. അദ്ദേഹം സുമ്മ അത്തയത്വവും അമാമവും, പിന്നെ ഞാൻ മുന്നിലൂടെ വന്നു. അപ്പൊ നേരത്തെ ഒരു വശത്തു കൂടി വന്നു, ചോദ്യം ചോദിച്ചു, വലതു ഭാഗത്തുനിന്ന് സങ്കല്പിക്കുക നമ്മൾ. അപ്പൊ റസൂൽ ഇങ്ങനെ മറുപടി അദ്ദേഹം തിരിച്ചുപോയി. എന്നിട്ട് ഇടതു ഭാഗത്തും കൂടി വന്നു. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നുണ്ടാകും തിരുവയുടെ അടുക്കൽ. അപ്പോ ആ നിലക്ക സദസ്സിന്റെ ഇടത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഈ ചോദ്യം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, എങ്കിൽ നീ പോയി അവർക്ക് പുണ്യം ചെയ്യുക. പിന്നെ അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് മാറി മുൻവശത്ത് ഇരുന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, എങ്കിൽ നീ അവർക്ക് പുണ്യം ചെയ്യുക. അൽസിം റിജ്ലഹ സമ്മൽ ജന്ന, നീ അവരുടെ കാൽ ചുവട്ടിലാവുക, അഥവാ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക, അവിടെയാണ് നിന്റെ സ്വർഗം എന്ന് പഠിപ്പിച്ചു എന്നാണ്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം ആ വ്യക്തിയുടെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാര്യം തിരുനബിക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും എന്നും ഒരു നിരീക്ഷണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഉമ്മയെ പ്രത്യേകം എടുത്തു പറഞ്ഞ രണ്ട് സന്ദർഭങ്ങളാണ് ഈ ഹദീസിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. റസൂലുള്ളാഹി ഈ വർത്തമാനെല്ലാം ഉത്ബോധിപ്പിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: ലൈ യജ്സിയ വലദുൻ വാലിദഹു ഇല്ലാ അൻ യജിദഹു മംലൂകൻ ഫയസ്തരിയഹു ഫയയുതികഹു. ഒരു മകൻ അല്ലെങ്കിൽ ഒരു സന്താനം മാതാപിതാക്കൾക്ക് എത്ര ചെയ്താലും അത് മാതാപിതാക്കൾ അവനോട് കാണിച്ച ഔദാര്യം തുല്യമാവുകയേയില്ല, ഒരു സന്ദർഭത്തിലല്ലാതെ. ഐ യജിദഹു മംലൂക, അവൻ അവന്റെ മാതാപിതാക്കളെ അടിമകളായിട്ട് കണ്ടു. അവന്റെ മാതാപിതാക്കൾ ഒരാളുടെ യജമാനുകൾക്ക് അടിമകളായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ യസ്തരിയഹു, അങ്ങനെ ആ മകൻ പണം കൊടുത്തവരെ വാങ്ങി യാഴ്ത്തിക്കഹു, എന്നിട്ട് അവരെ മോചിപ്പിച്ചു. അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ ആ ഒരു ശ്രമം മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു മകനോട്, ഒരു സന്താനത്തോട് മാതാപിതാക്കൾ നന്മക്ക് ഇത്തിരിയെങ്കിലും തുല്യമാവുകയുള്ളൂ എന്നാണ്. അഥവാ മാതാപിതാക്കൾ നമ്മോട് കാണിച്ച ഔദാര്യം, സ്നേഹം, അവർ നമ്മുടെ കാലത്ത് അനുഷ്ഠിച്ച ത്യാഗം, പ്രയാസങ്ങൾ, ഈ സംഗതികൾ ഒരിക്കലും നമ്മൾ പകരം എന്ത് കൊടുത്താലും തുല്യമാവുകയില്ല. ഇത് വലിയൊരു വസ്തുതയാണ്. തിരുനബി ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ആളുകളെ അടിമകളായി ജീവിക്കുന്ന മനുഷ്യരെ പണം കൊടുത്ത് മോചിപ്പിക്കുക. അതിന് മാർക്കറ്റ് റേറ്റ് ഒന്നുമില്ല, ഒരു സ്ഥിര വില നിശ്ചയിച്ചിട്ടില്ല എവിടെയും, അല്ലെങ്കിൽ താങ്ങുവിലയുമില്ല. ആരുടെ കീഴിലാണോ അടിമയായി നിൽക്കുന്നത് ആ ഉടമസ്ഥൻ, ആ യജമാനൻ എന്ത് വില പറയുന്നുവോ അത് കൊടുത്ത് വാങ്ങാനേ പറ്റൂ. കാരണം അത് മാർക്കറ്റ് വില നിർണ്ണയിക്കുന്ന നമ്മുടെ ഭൂമിക്ക് ഓരോ പ്രദേശത്തും നിശ്ചിത വില നിലവാരമുള്ള പോലെ നിലവാരമൊന്നുമില്ല. വില നിലവാരം ഉണ്ടെങ്കിലും നമ്മളൊരു ഭൂമി വിൽക്കുമ്പോൾ വാങ്ങുന്നവരത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വില നാളല്ലേ കൊടുക്കൂ. ഇതുപോലെ തന്നെ അപ്പൊ ആ കാലഘട്ടത്തിലെ അവസ്ഥയും സാമ്പത്തിക അവസ്ഥയും വെച്ചുകൊണ്ട് ഒരാൾ ഒരു അടിമയെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരുടെ കയ്യിലാണോ ആ അടിമയുള്ളത് ആ ഉടമസ്ഥൻ പറയുന്ന അത്രയും പൊന്നും വില കൊടുത്തു വേണം വാങ്ങാൻ. ആ കാലഘട്ടമാണ് ഇവിടെ പരാമർശം. മറ്റൊന്ന് ഇസ്ലാമിന്റെ ഒരു താല്പര്യം, ഇസ്ലാം അടിമ വ്യവസ്ഥയെ നിരോധ മുഖേനയല്ല ഇല്ലാതാക്കിയത്, വളരെ പോസിറ്റീവായ രീതിയിലാണ് ഇല്ലാതാക്കിയത്. ഖുർആനിനെ മുൻനിർത്തിയിട്ട് വിമർശിക്കുന്നത് പറയാറുണ്ട്, യഥാർത്ഥത്തിൽ ഇസ്ലാം അടിമത്ത് നിരോധിച്ചിട്ടുണ്ടല്ലോ എന്ന്. നിരോധിക്കുകയല്ല അവിടെ ഇസ്ലാം ചെയ്തത്, കാരണം അവിടെ സാമ്പത്തികമായ അടിത്തറയുടെ ഒരു ഭാഗമാണത്, സാമ്പത്തിക നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണത്. അതിനവിടെ പോസിറ്റീവായ ധനപരമായ മാർഗേണയുള്ള, അഥവാ പോസിറ്റീവായ മാർഗ നിയമങ്ങളും ശാസനകളും പ്രായശ്ചിത്വവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ടാണ് അതിനെ ഇസ്ലാം ഇല്ലാതാക്കിയത്. അപ്പൊ അതിന്റെ ഭാഗമായിരുന്നു തിരുനബി അടിമകളെ മോചിപ്പിക്കാൻ നൽകിയ പ്രോത്സാഹനം. അത് ആ സന്ദർഭം കൂടി ഈ പരാമർശത്തിൽ മർമ്മമാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ചെയ്ത അനുഗ്രഹമുണ്ടല്ലോ, അവരുടെ സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങൾക്ക് പകരം നിങ്ങൾ എത്ര പണം കൊടുത്താലും, നിങ്ങൾ എന്ത് തിരിച്ചു ചെയ്താലും ഒരിക്കലും സമമാവുകയില്ല. ഒരു സന്ദർഭം ഒഴികെ, ആ സന്ദർഭം ഒരാൾ അവന്റെ മാതാപിതാക്കളെ ഒരാൾ അടിമയാക്കി വെച്ചതായിട്ട് കണ്ടു, അല്ലെങ്കിൽ മാതാപിതാക്കൾ അടിമകളാണ്. അങ്ങനെ ഇരിക്കെ അവൻ അധ്വാനിച്ച് പണം ഉണ്ടാക്കി ആ പണം കൊടുത്ത്, യജമാനൻ പറയുന്ന പണം കൊടുത്ത് മാതാപിതാക്കളെ വാങ്ങി മോചിപ്പിച്ചാലല്ലാതെ, ആ ഒരു പ്രവർത്തനമല്ലാതെ മറ്റൊരു പ്രവർത്തനവും യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ചെയ്ത നന്മക്ക് ഒരിക്കലും പകരമാവുകയില്ല എന്നാണ്.
ആ ഒരു സന്ദർഭം മാത്രമാണ് പകരമാകുന്നത് എന്നർത്ഥം. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ നമ്മളോട് കാണിച്ച ഔദാര്യം, നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗം, അവർ നമുക്ക് വേണ്ടി ചെയ്ത നിരന്തര പരിശ്രമങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ ഇപ്പോഴും എപ്പോഴും മക്കൾക്ക് വേണ്ടി ആവുക എന്നതിന്റെ പൊതു നന്മ, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിന്റെ ഊന്നൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. യഥാർത്ഥത്തിൽ അള്ളാഹു തന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്ന ഇബാദത്തുള്ള ആ വിഷയത്തിന്റെ ഊന്നൽ പറഞ്ഞ ശേഷം തൊട്ടുടനെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളുടെ നന്മയിൽ വർദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നി പറയാനും എടുത്തു പറയാനും കാരണമായിട്ടുള്ള ഇസ്ലാമിക അധ്യാപനത്തിന്റെ ഊന്നലുകൾ, അതിന്റെ സ്ട്രെസ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഖുർആനിൽ ഈ വിഷയകമായി വന്ന പരാമർശങ്ങളും തിരുവചനത്തിൽ ഈ വിഷയകമായി വന്ന ഉത്ബോധനങ്ങളും മാന്യസദസ്സിന് മുമ്പിൽ വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധം ഈ വിഷയത്തിന്റെ മർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന മാതാപിതാക്കൾ, ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ കാര്യത്തിൽ നമ്മുടെ നിലപാടുകളെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനും ഏറ്റവും നന്നായിട്ട് അവരോട് വർത്തിക്കാനും നമുക്ക് പ്രചോദനമാകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, അവർ ജീവിച്ചിരുന്ന കാലത്ത് ഈ വക വിഷയങ്ങളെ കുറിച്ച് നമുക്ക് മതിയായ ഗ്രാഹ്യമില്ലാതെ പോയത് കൊണ്ടും നമ്മൾ വളർന്ന സാഹചര്യവും ചുറ്റുപാടും ഒക്കെ അത്രത്തോളം ഇസ്ലാമികമായ ഒരു ഊന്നലുകളോ അതിന്റെ പ്രാധാന്യക്രമങ്ങളോ അതിന്റെ സവിശേഷമായ ധാർമ്മിക പാഠങ്ങളോ നമുക്ക് പകർന്നു തരാൻ പറ്റുന്നതല്ലാത്തത് കൊണ്ടും വേണ്ടതുപോലെ അവരെ പരിഗണിക്കാനും അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ കൂടെ ആവാനും കഴിയാതെ പോയതിൽ നമുക്കുള്ള ഖേദങ്ങൾ പ്രാർത്ഥനകളായി, പശ്ചാത്താപങ്ങളായി, ഇസ്തിഗ്ഫാറായി മാറാനും അങ്ങനെ മാറ്റിയെടുക്കാനും നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെ പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇഹലോകവാസം വെടിഞ്ഞ മാതാപിതാക്കൾക്ക് അല്ലാഹുവോടെ ബർസഖിയായ ജീവിതം സ്വർഗീയ അനുഭൂതികൾ നിറഞ്ഞ ജീവിതമാക്കി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരെ അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി ആദരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ നാം നടത്തിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കാൻ അല്ലാഹു നമുക്ക് ഈമാനും സന്മനസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ ദീനിന്റെ മാർഗത്തിൽ യഥാവിധി ജീവിച്ച് മുന്നേറാൻ അല്ലാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് വന്ന് ഭവിക്കുന്ന വീഴ്ചകൾ തമ്പുരാൻ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നാഥൻ നമ്മെ കരകയറ്റി തരുമാറാവട്ടെ. ഈ കാലഘട്ടത്തിലെ മഹാമാരിയുടെ ദുരന്തത്തിൽ അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് അല്ലാഹു നല്ല ആശ്വാസവും നല്ല അവസരങ്ങൾ നൽകിയിട്ട് നമുക്ക് ഉയർന്നു വരാനും മുന്നോട്ട് പോകാനും ഉള്ള അവസരവും പ്രദാനം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما رب ارحمهم كما ربونا صغارا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.